അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ഇസ്ലാമിൽ ഏറ്റവും മഹത്വമുള്ള ദിവസങ്ങളിൽ ഒന്നാണ് അറഫ് ദിനം. ദുൽഹിജ്ജ് മാസത്തിലെ 9-ാം ദിവസമായ ഈ ദിനം അല്ലാഹുവിന്റെ പ്രത്യേക അനുഗ്രഹങ്ങളും കരുണയും നിറഞ്ഞ ഒരു ദിനമാണ്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും അറഫയാണ്. നബി പറഞ്ഞിട്ടുണ്ട്, ഹജ്ജ് എന്നാൽ അറഫയാണ്. അറഫ് ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഹാജിമാർ അറഫ് മൈതാനിയിൽ നിൽക്കുകയും കണ്ണീരോടെ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം ഹജ്ജിന് പോകാൻ കഴിയാത്ത നമുക്കും ഈ ദിനം വലിയൊരു അവസരമാണ്. ഈ ദിനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അറഫ് ദിനത്തിൽ അല്ലാഹു തന്റെ അടിയാന്മാരെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നതായി ഹദീസുകളിൽ പറയുന്നു. ഒരു മനുഷ്യൻ സത്യസന്ധമായി തൗബ ചെയ്തു അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്യുന്നതാണ്. നബി പറഞ്ഞു, അറഫ് ദിനത്തിൽ ചെയ്യുന്ന ദുആയാണ് ഏറ്റവും ഉത്തമമായ ദുആ. അതുകൊണ്ട് ഈ ദിനത്തിൽ നമുക്ക് അധികമായി ഇസ്തിഗ്ഫാർ ചൊല്ലാം, ദിക്ർ ചെയ്യാം, ഖുർആൻ വായിക്കാം, അല്ലാഹുവിനോട് മനസ്സു തുറന്ന് ദുആ ചെയ്യാം. പ്രിയരേ, അറഫ് ദിനത്തിലെ നോമ്പിന് അത്യന്തം വലിയ മഹത്വമുണ്ട്. ഹജ്ജിൽ അല്ലാത്തവർ അറഫ് ദിനത്തിൽ നോമ്പ് നോക്കുന്നത് വളരെ പ്രതിഫലം ഉള്ള കാര്യമാണ്. നബി പറഞ്ഞു, അറഫ് ദിനത്തിലെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറിയ പാപങ്ങൾ മാപ്പാകാൻ കാരണമാകും. എത്ര വലിയ അനുഗ്രഹമാണ് ഇത്! ഒരു ദിവസം നോമ്പ് നോക്കിയതിന് 2 വർഷത്തെ പാപങ്ങൾ മാപ്പാകുന്നു. അതിനാൽ നമുക്ക് ഈ ദിനം വെറുതെ കളയരുത്. മൊബൈലിലും സോഷ്യൽ മീഡിയയിലും സമയം കളയാതെ അല്ലാഹുവിനെ കൂടുതൽ ഓർക്കാൻ ശ്രമിക്കണം. ഈ അറഫ് ദിനത്തിൽ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ: നോമ്പ് നോക്കുക, കൂടുതൽ ദുആ ചെയ്യുക, ലാ ഇലാഹ ഇല്ലല്ലാഹി അധികമായി ചൊല്ലുക, മാതാപിതാക്കൾക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യുക, ലോക മുസ്ലിംകൾക്കായി ദുആ ചെയ്യുക. പ്രിയ സഹോദരങ്ങളെ, ജീവിതം വളരെ ചെറുതാണ്. ആരും നാളെയെക്കുറിച്ച് ഉറപ്പില്ല. അതിനാൽ അല്ലാഹു നൽകുന്ന ഇത്തരം വിശിഷ്ട ദിനങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു നമ്മെ അറഫ് ദിനത്തിന്റെ മഹത്വം മനസ്സിലാക്കി ആ ദിനം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ പുറത്തുതരട്ടെ. നമ്മുടെ ദുആകൾ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.